ഒരുപക്ഷെ ഈ ഡയറി നീ വായിക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ടാവും. ഇരുട്ട് വീണ് തുടങ്ങിയിരിക്കുന്ന ഈ ജീവിതത്തിൽ ഇനി എന്തിന്, ആർക്കു വേണ്ടി എന്നീ ചോദ്യങ്ങൾക്കൊന്നും എനിക്കുത്തരമില്ലാതായിരിക്കുന്നു. ഞാൻ പറയാതെ തന്നെ എൻ്റെ പല കാര്യങ്ങളും നിനക്കറിയാമല്ലോ. പലപ്പോഴും നീ പറഞ്ഞ് കളിയാക്കാറുണ്ടെങ്കിലും സത്യത്തിൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാനൊരു മനോബലമില്ലാത്തവനാണ്. ഒരുപാട് കണക്കുകൾ കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമാണ് ബാക്കി. ഇന്നേക്ക് 45 ദിവസമായി എനിക്ക് ജോലി നഷ്ടമായിട്ട് ബന്ധുക്കൾ പോലും സഹായഹസ്തങ്ങൾ നീട്ടാൻ മടിക്കുന്ന ഈ പ്രവാസ ലോകത്ത് ഒരു ചെറുപരിചയത്തിൻ്റെ പേരിൽ ഇത്രയും നാളൊരു അനുജനെ പോലെ കണക്കാക്കി എനിക്ക് അന്നവും താമസവും തന്ന ഹരിയേട്ടനെ ഇനിയും ബുദ്ധിമുട്ടിപ്പിക്കുവാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് മാത്രമാണ് നീ നിന്റെ കൂടെ താമസിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ മറുത്തൊന്നും പറയാതിരുന്നത്. തികഞ്ഞ ഈശ്വരവിശ്വാസിയായ ഹരിയേട്ടൻ പലപ്പോഴും എന്നോട് പറയാറുണ്ട് എല്ലാം നല്ലതിനാണെന്ന്. പക്ഷേ എൻ്റെ നീന അബി, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇങ്ങോട്ട് വിളിക്കല്ലെന്ന്. ഇനി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് നിന്നോട് പലതവണ പറഞ്ഞു കഴിഞ്ഞു. ബി പ്രാക്ടിക്കൽ അബി. ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ വെച്ച് നോക്കിയാൽ നമ്മൾ എങ്ങനെ ഒരുമിച്ച് ജീവിക്കും? സോ പ്ലീസ് ഇനിയും എന്നെ വിളിച്ച് ശല്യം ചെയ്യല്ലേ. ഞാൻ ജീവന തുല്യം സ്നേഹിച്ച അവളെയും എനിക്ക് നഷ്ടമായിരിക്കുന്നു. അകറ്റി നിർത്തുകയാണെന്ന് അറിഞ്ഞിട്ട് കൂടി ഞാൻ വീണ്ടും അടുക്കാൻ ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വാട്സപ്പിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് എന്നെ വല്ലാതെ അസ്വസ്ഥനാകുന്നു. അത് ഞാൻ എത്ര തവണ കേട്ടു എന്നെനിക്കറിയില്ല. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ആ പെൺകുട്ടി പറഞ്ഞ വാക്കുകൾ എൻ്റെ കാതിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അച്ഛന്റെ മുന്നിൽ വന്ന് ഇത് നേരിട്ട് പറയാനുള്ള ത്രാണി എനിക്കില്ല. അമ്മയില്ലാത്ത കുട്ടി എന്ന കാരണം കൊണ്ട് എന്റെ പല ഇഷ്ടങ്ങൾക്കും മനസ്സോടെയാണെങ്കിലും അച്ഛൻ സമ്മതം മൂളിയിട്ടുണ്ട്. ഒടുവിൽ എന്റെ ജീവിത പങ്കാളിയെ ഞാൻ തന്നെ കണ്ടെത്തിയപ്പോൾ എന്റെ ശാഠ്യത്തിന് മുന്നിൽ അച്ഛന് വഴങ്ങേണ്ടി വന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛനായിരുന്നു ശരിയെന്ന്. ഇനി ഒന്നിച്ച് ജീവിക്കാനുള്ളവരല്ലേ എന്നോർത്ത് അവന്റെ പല ആഗ്രഹങ്ങൾക്ക് ഞാൻ വഴങ്ങിക്കൊടുത്തിട്ടുണ്ട്. അവനെന്നെ അകറ്റി നിർത്തിയപ്പോ അച്ഛന്റെ കാലിൽ വീണെല്ലാം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. ഈ നിമിഷത്തിലും ആ കുട്ടി ജീവനോടെ ഉണ്ടെന്നറിയുന്നതാണ് ഏകാശ്വാസം. എന്നാൽ അവൾ ചിന്തിച്ച പാതയിലൂടെ ഞാനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എൻ്റെ ശ്രമം അതൊരിക്കലും ഹലോ. പറയടാ. എടാ, ഞാൻ അർജന്റ് വർക്കായിട്ട് ഓഫീസ് വരെ ഒന്ന് പോവാണ്. നിന്നെ പിക്ക് ചെയ്യാൻ സന്ധ്യനെ വിടാം. നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. പിന്നെ ഫ്ലാറ്റിന്റെ കീ ആ ഷൂറാക്കിൽ വെച്ചിട്ടുണ്ട്, നീ അവിടെ നിന്ന് എടുത്തോ. ഓക്കേടാ. എടാ, ഞാനൊരു കാര്യം ചോദിച്ചാ നീ ദേഷ്യപ്പെടരുത്. നീ ആദ്യം കാര്യം പറ. റൂമിന് റെന്റ് കൊടുക്കാനില്ല, ഫുഡിന് പൈസയില്ല. ഞാൻ നിനക്കൊരു ബാധ്യത ആവില്ലടാ. പിന്നെ അത് ചോദിക്കാനാണ്, ഒടുക്കത്തെ ബാധ്യതയാണ്. റൂമിന്റെ റെന്റ് കൊടുക്കണം, മെസ്സിന്റെ പൈസ കൊടുക്കണം. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് നിന്നൊരു 101 പവൻ തന്നിട്ട് കെട്ടിച്ചു വിടണം. നീ ആ സന്ധ്യ വരുമ്പോ കൂടെ അങ്ങോട്ട് കയറി പോന്നാ മതി കേട്ടോ. അധികം ഒന്നും ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട. അങ്ങനെയൊന്നുമില്ലടാ, ഞാൻ ചുമ്മാ. കഴിഞ്ഞ 10-40 ദിവസം ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടിലിരുന്നിട്ടും നീ എന്നൊന്നും അറിയിച്ചില്ല. പിന്നെ നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുന്ന ഒരു സർപ്രൈസ് നിന്നെ കാത്തിരിക്കുന്നുണ്ട്. എന്ത് സർപ്രൈസ്? നീ ആദ്യം ഇങ്ങോട്ട് വാ, ബാക്കിയെല്ലാം നേരിട്ട് പറയാം.
ഹലോ. ഹലോ എബിയല്ലേ? ഞാൻ സന്ദീപ് കേട്ടോ. ബിൽഡിങ്ങിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. ആ സന്ധ്യ ഒരു 5 മിനിറ്റ്. ഹായ് ബ്രോ. ഹായ്, സാം ഓഫീസിലാണ്. വിളിച്ചിരുന്നില്ലേ? പിന്നെ വിളിച്ചിരുന്നു. എന്നാ പോവല്ലേ? ആ പോവാ. എന്താണ് ബ്രോ, കംപ്ലീറ്റ് സെൻഡ് ചെയ്യാണല്ലോ. എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല. എനിക്കറിയാം കാര്യം. ഇത്രയും നാളെ താമസിച്ച ഫ്ലാറ്റും ഏരിയയൊക്കെ വിട്ടു പോകുന്നുള്ള സങ്കടമായിരിക്കും. അതൊന്നും സാരമില്ല, അതൊക്കെ സാധാരണയല്ലേ. ഫ്ലാറ്റ് ഈ ഭൂമിയിൽ നിന്നാലും ഒരു നാൾ നമ്മൾ പോകുന്നതല്ലേ. അത് അത്രയും പെട്ടെന്ന് അത്രയും നല്ലത്. സത്യം പറ ബ്രോ, നിങ്ങളൊരു എഴുത്തുകാരനല്ലേ. ഇമാതിരി ഐറ്റൊക്കെ ഇറക്കാൻ അവരെ കൊണ്ടേ പറ്റും. ഏയ് എഴുത്തുകാരനൊന്നുമില്ല, പക്ഷെ ഒരു എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം തീരാറായി. പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവും. ബ്രോ പോയിട്ട് വല്ല അത്യാവശ്യമുണ്ടോ? ഏയ് ഇല്ല. നാട്ടിൽ നിന്ന് വൈഫാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ 6ാമത്തെ പ്രാവശ്യമായി. ഡ്രൈവിങ്ങിലായതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. 3-4 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. ഞാൻ പണ്ടത്തെ പോലെ വിളിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെയാണ് അവളുടെ പരാതി. മിഥുനത്തിലെ ലാലേട്ടൻ്റെ അവസ്ഥയാണ് ബ്രോ. ഞാൻ ഈ പാർക്കിൽ ഒന്ന് സൈഡാക്കട്ടെ, ഒരു 5 മിനിറ്റ്. പിന്നെന്താ, ആയിക്കോട്ടെ. ബ്രോ ബോറടിച്ചോ? ഇല്ല. എന്തായാലും വൈഫ് വിളിച്ചത് സ്ഥിരം പരാതി പറയാനൊന്നല്ല. ഞങ്ങളുടെ അയൽവാസിയായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്രേ. നാട്ടിൽ വിളിച്ചാലും TV ന്യൂസ് ഓൺ ആക്കിയാലും എല്ലാം ഇത്തരം വാർത്തകളാണ്. ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ കുറച്ചു നേരമെങ്കിലും നമ്മൾ മാനസികമായി തളർന്നു. ഈ ലോകം എന്തെങ്ങനെ? ഈ മരിച്ചുപോയ ആൾക്കാർ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ പറയുന്നത് അതിലൊരു കൗതുകം തോന്നില്ലേ? ഇതിനിടയിൽ ബ്രോ പ്രേതത്തിലേക്കും പോയോ? ബ്രോ തൽക്കാലം പ്രേതവും ആത്മാനെ കുറിച്ചൊക്കെ ആലോചിച്ചിരിക്കും. ഇപ്പൊ നമുക്ക് ഇറങ്ങിയാലോ? നമ്മൾ കുറച്ച് ലേറ്റ് ആയെന്ന് തോന്നുന്നു അല്ലേ? ഇതാണ് സാമിന്റെ ബിൽഡിംഗ്. ഞാൻ എന്നപ്പോ കേറുന്നില്ല. ഫ്ലാറ്റ് നമ്പർ അറിയാലോ അല്ലേ? ഓ, ഫ്ലാറ്റ് നമ്പർ ഒക്കെ അറിയാം. 52 അല്ലേ? അപ്പൊ എന്നാ കാണാം. ഓക്കെ ഓക്കെ എന്നാ.
ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. ജീവിതത്തിലെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അസ്തമിച്ച എനിക്ക് ഇനിയൊരു പുനർചിന്തയുടെ ആവശ്യമില്ല. ജീവിതത്തിലെ അവസാന നിമിഷങ്ങൾ ഉറ്റ സുഹൃത്തായ നിന്റെ കൂടെ ചിലവഴിക്കണമെന്ന ഒരാഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ആയുസിൻ്റെ ഒരു ദിവസം കൂടി മാറ്റിവെച്ചത്. നാളത്തെ സൂര്യോദയത്തിൽ എൻ്റെ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ നിനക്ക് നേരിടേണ്ടി വന്നാൽ അതിനുള്ള ഉത്തരങ്ങളാണ് ഈ ഡയറി. ആരാ? അത് കൊള്ളാലോ. എന്റെ ഫ്ലാറ്റിൽ വന്നിട്ട് ഞാൻ ആരാണെന്നോ? ഇത് ഫ്ലാറ്റ് നമ്പർ 52 അല്ലേ? അതെ, ഇതെന്റെ കൂട്ടുകാരൻ സാമിന്റെ ഫ്ലാറ്റ് ആണല്ലോ. ഇത് സാമിന്റെ മാത്രം ഫ്ലാറ്റ് ആണോ? അങ്ങനെയാണോ അവൻ പറഞ്ഞിരിക്കണേ? അല്ലാതെ പിന്നെ? സഹോദര, ഞാനും സാമും ഒരേ കമ്പനിയിൽ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരാണ്. സാമിന്റെ ഫ്ലാറ്റിൽ ഒരു റൂം ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാനിങ്ങ് മാറി. എനിക്ക് ഇയാള് പറഞ്ഞത് അത്ര വിശ്വാസമില്ല. ഞാൻ സാമിനൊന്ന് വിളിക്കട്ടെ. ഇത്ര വെപ്രാളപ്പെടാൻ മാത്രം ഇവിടുന്ന് ഇറങ്ങിപ്പോവാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. തനിക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന കൂട്ടുകാരെ? നമ്മൾ തമ്മിൽ മുൻപരിചയമുണ്ടോ? കൂട്ടുകാരെന്നുള്ള വിളി. എനിക്കൊരു പേരുണ്ട്, അബി. എന്നെ അത് വിളിച്ചാൽ മതി. എന്നാ മിസ്റ്റർ അബി എന്ന് വിളിക്കാലോ? ഒന്ന് മിണ്ടാണ്ടിരിക്കോ? താൻ ക്ഷീണിച്ച അവശനാണല്ലോ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട. അങ്ങനെ പറയല്ലേ. എന്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നിട്ട് ഞാൻ കുടിക്കൊന്നും തന്നില്ലെങ്കിൽ അത് മോശമല്ലേ? അതും സാമിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ശരി, ഞാൻ എടുക്കാം. ഇയാളും സാമും തമ്മിൽ ഇത്ര ക്ലോസ് ആണോ? അങ്ങനെയെല്ലാം തുറന്നു പറയാൻ പറ്റൂ കൂട്ടുകാരാ? അയ്യോ സോറി മിസ്റ്റർ അബി. ഇനി ഇതാണോ ഇവൻ പറഞ്ഞ സർപ്രൈസ്? പക്ഷേ ഇത് ദാ കുടിക്കൂ. ഞാൻ കടന്നു വരുമ്പോ താൻ ഡയറിയിൽ എഴുതി വെച്ച് എങ്ങോട്ടോ പോവാനുള്ള പ്ലാൻ ആയിരുന്നല്ലോ. എങ്ങോട്ടായിരുന്നു? ഇതൊക്കെ ഞാനെന്തിനാ തന്നോട് പറയുന്നത്? അല്ല, എന്നോട് പറയല്ലേ. ഇത് എൻ്റെ വീട്ടിലിരുന്ന് ഡയറിയൊക്കെ എഴുതി താൻ പോയി എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഞാനും സമം മറുപടി പറയണ്ടേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ ബുദ്ധിമുട്ടാവോ? ആദ്യം കാര്യം പറ. അബി എന്തൊക്കെയോ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. വിരോധമില്ലെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ. എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഉണ്ടാകാതിരിക്കും. ഇത് രണ്ടായാലും നിങ്ങൾക്ക് അതിൽ റോളില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെ കൊണ്ടത് സോൾവ് ചെയ്യാനും പറ്റില്ല. ഒന്നില്ലെങ്കിലും രാത്രി ക്ഷീണിച്ച് അവശനായി വന്നപ്പോൾ ഒരു ജ്യൂസ് തന്ന ബന്ധത്തിലെങ്കിലും എന്നോടത് പറഞ്ഞൂടെ? ജീവിതം തന്നെ എടുത്തു. കാത്തിരിക്കുവാൻ ഒരാളുണ്ടെന്ന വിശ്വാസവും പോയി. ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറത്ത് ചിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇനി എത്ര കാലം ഇങ്ങനെ? ഓ, വെറുതെ അല്ല, എനിക്ക് അപ്പോഴേ തോന്നി കൂട്ടുകാരന് നല്ല തേപ്പ് കിട്ടിയിട്ടുണ്ടെന്ന്. തേപ്പൊന്നുമല്ല. ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ പോലും പോകാൻ പറ്റാതെ ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത ഒരുത്തൻ്റെ കൂടെ ആ കുട്ടി എങ്ങനെ ജീവിക്കും? അവൾ പ്രാക്ടിക്കലായി ചിന്തിച്ചു, അത്രേ ഉള്ളൂ. വൗ, ഹെജ്ജാതി ന്യായീകരണം. ഒരാൾ തകർന്നു നിൽക്കുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം കിട്ടിയ ഗ്യാപ്പിൽ കാലും മാറി. എന്നിട്ട് അതിനൊരു ന്യായീകരണം. പ്രാക്ടിക്കലായി ചിന്തിച്ചു എന്ന്. എന്തായാലും പോയി നന്നായി. കല്യാണം കഴിഞ്ഞിട്ടാണ് പോയിരുന്നെങ്കിലോ? എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല. അവൾക്ക് നല്ലത് വരട്ടെ. ഓ, കാമുകന്റെ വിശാല മനസ്കഥ കൊള്ളാം. എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടെന്ന് ചിന്തിച്ച് ആരോടൊന്നും പറയാതെ മനസ്സിലുള്ളതെല്ലാം ഒരു ഡയറിയെക്കുറിച്ച് വല്ല കടുങ്ങൈ ചെയ്യാനായിരുന്നു പ്ലാൻ. അങ്ങനെയൊന്നുമില്ല. ഞാൻ ചുമ്മാ പറഞ്ഞതാ. അബി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാവുന്നല്ലേ ഉള്ളൂ. അതല്ലാതെ ഒരു നിമിഷം കൊണ്ട് നമുക്ക് തോന്നുന്ന ചില മണ്ടത്തരങ്ങൾ കാരണം ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നമ്മൾ നമ്മുടെ ജീവൻ ഹോമിക്കരുത്. ഫുൾ സാഹിത്യമാണല്ലോ കൂട്ടുകാരി. എന്താ വിളിച്ചേ? കൂട്ടുകാരി. ബുക്ക് വായിക്കുന്നതുകൊണ്ട് കുറച്ച് സാഹിത്യം എല്ലാം കയ്യിലുണ്ടെന്ന് വിചാരിച്ചോളൂ. ഓഹോ, അപ്പോൾ കൂട്ടുകാരൻ സംസാരിക്കാനും ചിരിക്കാനൊക്കെ അറിയാം.
ഏകദേശം 45 ദിവസങ്ങൾക്ക് ശേഷമാണ് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഇയാളോട് സംസാരിച്ചപ്പോൾ എന്തോ ഒരാശ്വാസം. ചില സമയത്ത് നമ്മുടെ തീരുമാനങ്ങൾ അത് പിന്നീട് തിരുത്താൻ പറ്റിയെന്ന് വരില്ല. എന്തിനായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ ഉത്തരം കിട്ടില്ല. ആ ഒരവസ്ഥ ഭീകരാണ്. അതും നമ്മളെ വേണ്ടാത്ത ഒരാൾക്ക് വേണ്ടിയാവുമ്പോൾ. ഇയാളെന്തിനാ കരയണേ? എന്ത് പറ്റി? ഞാനിങ്ങനെയാണ്. എനിക്ക് വേണ്ടാത്ത ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇങ്ങനെ കണ്ണീരാക്കി ഒഴുക്കിക്കളയും. കൂട്ടുകാരി ആള് കൊള്ളാലോ. അപ്പൊ ഒരു തേപ്പ് കിട്ടിയിട്ടുണ്ടല്ലേ? എന്നാ പറ കേക്കട്ടെ. അത് ഞാൻ നാളെ പറയാം. അബിയോട് സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. എനിക്കിന്ന് ഈ ബുക്ക് മുഴുവൻ വായിച്ചു തീർക്കാനുള്ളതാ. നാളെ പറയാൻ മറക്കരുത് കേട്ടോ. അബി, ഇനിയൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നില്ല കുട്ടിയെ പ്രേമിക്കണ്ട കേട്ടോ. ഓ ആയിക്കോട്ടെ. ആ എത്തിയോ? ആ, നീ വന്നപ്പോ തൊട്ടുള്ള ഇരിപ്പാണോ? ഓഫീസിലെ വർക്ക് ഇപ്പോഴാടാ കഴിഞ്ഞ്. കുറച്ച് ലേറ്റ് ആയി പോയി. അല്ല, നീ വല്ലതും കഴിച്ചോടാ? ഓ ഒരു ജ്യൂസ് കുടിച്ചു, വേറൊന്നും കഴിച്ചില്ല. ഫുഡ് വല്ലതും കഴിക്കാണോ നിന്റെ ഈ കുത്തിരിപ്പ്? അതൊക്കെ പോട്ടെ, നിന്നെ കുറേ ആണോ വിളിച്ചല്ലോ. നിന്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ് ആയിരുന്നോ? ആ കൂട്ടുകാരിയായി സംസാരിച്ചിരുന്നപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയതറിഞ്ഞില്ല. ഈ ഇടയായിട്ട് നീ അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പം നിന്റെ ഫോണും എന്ത് കോലാണ്ടത്. പണ്ടത്തെ ആ ലുക്കൊക്കെ പോയല്ലോ. ആ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ആകുമ്പോ പ്രശ്നങ്ങൾ വരുമ്പോൾ ചങ്കുറ്റത്തോടെ നേരിടാൻ പറ്റണോടാ. നിനക്ക് പ്രശ്നങ്ങൾ വന്നപ്പോൾ നീ എന്താ ചെയ്ത്? 40 റൂമിൽ ചടഞ്ഞുകൂടി കുത്തിയിരുന്നു. അറ്റ്ലീസ്റ്റ് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റണ്ടേ? സോറിടാ, അങ്ങനെ ഒരു അവസ്ഥയൊക്കെ കഴിഞ്ഞപ്പോ അത് നീ വിട്. അതൊക്കെ പോട്ടെ, സർപ്രൈസ് എനിക്കിഷ്ടായി. അപ്പം നീ അത് കണ്ടൂലേ? വെറുതെ അല്ല നിന്റെ മുഖത്തൊരു തിളക്കം. എന്തായാലും കൂട്ടുകാരി അടിപൊളിയാ. ആളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ മനസ്സിനകത്തൊരു ഭാരം, അത് കുറഞ്ഞൊരു ഫീല്. ഏത് കൂട്ടുകാരി? അപ്പം നീനയുടെ ചാപ്റ്റർ ക്ലോസ് ആയല്ലേ? ഗുഡ്. ഇതിപ്പോൾ ഏതാ പുതിയൊരാള്? നീന. അവളുടെ ചാപ്റ്റർ അങ്ങനെയൊന്നും ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കൂട്ടുകാരി എൻ്റെ അല്ല, നിന്റെ കൂട്ടുകാരിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എൻ്റെയോ? ആ നിന്റെ, നീ പറഞ്ഞ സർപ്രൈസ്. നിന്റെ ഓഫീസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കുട്ടിയല്ലേ? നിന്റെ റൂംമേറ്റ് ഇത് ഇപ്പം തന്നെ അങ്ങ് പോയല്ലേ ഉള്ളൂ. ഇവിടെയോ? ഈ റൂമിലോ? ഇവിടെ ആ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ പെങ്ങള് കളിയനായിരുന്നു. അവർ കഴിഞ്ഞ മാസം റൂം മാറിപ്പോയി. അവളുടെ കലാവിരുദ്ധ ഈ കാണുന്നതൊക്കെ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഒരു കമ്പനിയുടെ ഓഫർ ലെറ്ററാ. എൻ്റെ പരിചയം വെച്ച് സംഘടിപ്പിച്ചാണ്. സാലറി മറ്റു കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്ന് നീ ഒന്ന് നോക്ക്. ഇതല്ലേ ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നത്? ഞങ്ങൾ ജ്യൂസ് കുടിച്ച്. ബുക്ക്, ജ്യൂസ്, പെൺകുട്ടി, അതും ഈ ഫ്ലാറ്റിൽ. നീ ഏത് സാധനമാണ് അടിച്ച്? എടാ ആ പെൺകുട്ടി ആ റൂമിലേക്കാ പോയത്. എന്നാ പിന്നെ അത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. വാ നോക്കാം. നീ കേട്ടിരുന്നില്ലേ 2-3 ദിവസമായിട്ട് വാട്സാപ്പിലെ ഒരു പെൺകുട്ടിയുടെ ഓഡിയോ ക്ലിപ്പ്? സൂയിസൈഡ് ചെയ്യുന്നതിന് തൊട്ടു മുന്നേ എടുത്തൊരു ഓഡിയോ. അതിനാ കുട്ടി മരിച്ചിട്ടില്ലല്ലോ, ഹോസ്പിറ്റലൈസർ അല്ലേ? ആ കുട്ടി കുറച്ചു നേരം മുന്നേ മരിച്ചു. നമ്മുടെ സന്ദീപിൻ്റെ അയൽവാസിയാണ്. ഇതാ ഫോട്ടോ. എടാ ഈ കുട്ടി മരിച്ചിട്ടില്ല. എടാ അബി, എടാ ഞാൻ ഈ കുട്ടി ഇവിടെ ഇരുന്ന് സംസാരിച്ചതാ. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു ഈ കുട്ടി. എടാ അബി, നീ ഓരോന്നാലോചിച്ച് തലമുണ്ടാക്കണ്ട. ഓക്കെ? എല്ലാം മനസ്സിൻ്റെ ഓരോ തോന്നലാണ്. ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. ഓക്കെ?